ഇലാഹില്ലാവാദം പറയുന്നത് മുസ്ലിം പറഞ്ഞ് നിരീശ്വരവാദികളും മറ്റ് പല കൗമികളും ഇസ്ലാമിനെ വല്ലാതെ താറടിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു അയച്ച സ്ഥലമാണ്. ഇവിടെ നല്ലത് ചെയ്താലും മോശം ചെയ്താലും അതിനൊക്കെ അതിന്റെ പ്രതിഫലം കിട്ടുന്നത് നാളെ ആഖിറത്തിലാണ്. ഇവിടെ അള്ളാഹു നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നന്മ ചെയ്യുന്നു അത് തിന്മ ചെയ്യുന്നു, ഇതിന് രണ്ടിനും നാളെ ആഖിറത്തിലാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. അള്ളാഹു തഖ്വയുള്ള ജീവിതം നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് പറയുന്നത് കേട്ടു നോക്കി. എത്ര വലിയ ധിക്കാരമാണല്ലേ മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്നത്. ഇലാഹില്ലാവാദം പറയുന്നത് എത്ര വലിയ അനീതിയാണ് മനുഷ്യൻ പടച്ചവനോട് ചെയ്യുന്നത്. എത്ര വലിയ അനീതിയാണ്. മുസനബി ചോദിച്ചു, അല്ലാഹുവേ, ഒരു കാര്യം എനിക്ക് നിന്നോട് ചോദിക്കാണ്ട് റബ്ബേ, one and only request. എന്താ മുസനബിയെ പറഞ്ഞോളൂ. അല്ലാഹുവേ, എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് ഞാൻ ആളുകളോട് പറയുമ്പോ ബനു ഇസ്രായേലുകളിലെ ഈജിപ്തിലെയും സീനാ മരുഭൂമിയിലെയും എന്റെ ശത്രുക്കൾ എന്നെ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് അവരുടെ വായക്കൊന്ന് മൂടിക്കെട്ടാനൊന്ന് സഹായിക്കുമോ പടച്ചവനെ? അവരോടൊന്നും എന്നെ കളിയാക്കരുത് എന്നൊന്ന് പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ അവർക്ക് കളിയാക്കാനും പരിഹസിക്കാനും സർക്കാസം ചെയ്യാനും ഒരവസരം കൊടുക്കാതെ നീ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ജല്ല ജലാലുഹു സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് കൊടുത്തൊരു മറുപടിയുണ്ട്. മൂസ നബിയെ, ഞാൻ എനിക്ക് വേണ്ടി പോലും എന്റെ സൃഷ്ടികളോട് ചെയ്യാത്തതാണോ നിങ്ങൾ എന്നോട് ചെയ്യാൻ പറയുന്നത്? ഞാൻ പടച്ച എന്റെ സൃഷ്ടികൾ എന്നെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അവരുടെ പടച്ചവനല്ല. അവരുടെ വായൊന്നും ഞാൻ മൂടിക്കെട്ടിയിട്ടില്ല മൂസ നബിയെ. അത് മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ വേദനയുണ്ടെങ്കിൽ പടച്ചവനായ ഞാൻ, ആ രക്ഷിതാവായ ഞാൻ അവരുടെ രക്ഷിതാവല്ലെന്നവർ പറയുമ്പോ എനിക്കെത്ര വേദനയുണ്ട് മൂസ നബിയെ. അതുകൊണ്ട് ഇത് കർമ്മങ്ങളുടെ ലോകമാണ്. ഇത് ശിക്ഷയുടെയോ രക്ഷയുടെയോ ലോകമല്ല. അത് ആഖിറമാണ്. ഇവിടുന്ന് കർമ്മങ്ങൾ ചെയ്യാനുള്ള സർവ്വ പൊട്ടൻഷ്യലും എല്ലാ കഴിവുകളും നമ്മൾ കൊടുക്കും മനുഷ്യർക്ക്. അങ്ങനെ നമ്മൾ നോക്കുകയാണ്, വീക്ഷിക്കുകയാണ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ പോകും, എന്തൊക്കെ അവര് പാടും, എന്തൊക്കെ അവര് പറയും, എന്തൊക്കെ അവര് സംവിധാനിക്കും, എന്തൊക്കെ ചിന്തകൾ, വിഷവിത്തുകൾ അവരുടെ കലകളിലും സാഹിത്യങ്ങളിലും എഴുത്തുകളിലും സിനിമകളിലും കുത്തിക്കയറ്റി മനുഷ്യന്റെ മനസ്സിനെ മലിനമാക്കാൻ എവിടം വരെയൊക്കെ അവര് പോകുമെന്ന് നാം നോക്കുകയാണ്. മുസനബി നോക്കണേ, എത്ര വലിയ ധിക്കാരമാണല്ലേ മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്നത്. നമുക്ക് തോബയുടെ വാതിൽ തുറന്നു നിൽക്കുന്നുണ്ട്. അള്ളാഹു തോബ ചെയ്ത് സന്മാർഗത്തിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് മൂസാ നബിയെയും അനുയായികളൊക്കെ ദ്രോഹിച്ച ആളുകളെ പിന്നീട് അള്ളാഹു എന്താണ് ദുനിയാവിൽ തന്നെ ചെയ്തത് നമുക്ക് ഇവിടെ ദൃഷ്ടാന്തമുണ്ട്, കാണുന്നുണ്ട് പല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾ കാക്കരിച്ചുമാറാവട്ടെ. ആമീൻ.